അലാസ്ക എന്ന് കേൾക്കുമ്പോൾ തന്നെ അല്ലേ മഞ്ഞു മൂടിയ ഒരു സ്ഥലമൊക്കെയാണ് സാധാരണ ഇതിൽ നമ്മുടെ മനസ്സിൽ വരിക. അപ്പോൾ അവിടെ ചില വ്യത്യസ്തമായ ചില ആചാരങ്ങളെന്നോ അനുഷ്ഠാനങ്ങളെന്നോ ഒക്കെ നമുക്ക് പറയാം. അത് ഒരു താങ്ക്സ് ഗിവിങ് സെറമണി അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അത് കാഴ്ചകൾ കണ്ട ശേഷം കൂടുതൽ അതിനെക്കുറിച്ച് പറയാം. അഖില CP ഉണ്ട്. അഖില, ഇതെന്താണ് ഈ പരിപാടി? ആകാശത്തൂടെ പറന്ന് എന്താണ്, ഏത് നാട്ടിൽ എന്ത് രീതിയാണ് അവർ ആസ്വദിക്കുന്നത്? ദിവിഷ്, ഈ പരിപാടിയുടെ പേര് ടർക്കി ബോംബിംഗ് എന്നാണ്. ഇത് അങ്ങനെ ഒരു ആചാരവുമായി ബന്ധപ്പെട്ടതൊന്നുമല്ല. അമേരിക്കക്കാര് എല്ലാ കൊല്ലവും ആചരിക്കുന്ന ഒരു ദിവസമുണ്ട്, താങ്ക്സ് ഗിവിംഗ് ഡേ ദിവസം. അതായത് എല്ലാവർക്കും നന്ദി പറയാനായിട്ടുള്ള, എല്ലാത്തിനും നന്ദി പറയാനായിട്ടുള്ള ഒരു ദിവസം. പണ്ട് ഒരു 16-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഇവരിത് ആഘോഷിച്ച് വരുന്നതാണ്. ഈ വിളവെടുപ്പുകളും ഇത്തരത്തിലുള്ള കർഷകരുമായി ബന്ധപ്പെട്ട് അവർക്ക് പരസ്പരം നന്ദി പറയാനൊക്കെയുള്ള ഒരു ദിവസമായിട്ട് നൂറ്റാണ്ടുകളായിട്ട് ഇത് ആഘോഷിച്ച് വരുന്ന ഒരു ദിനമാണ് ഈ താങ്ക്സ് ഗിവിംഗ് ഡേ. പേരിൽ തന്നെയുണ്ട് നന്ദി പറയാനുള്ളൊരു ദിവസം. അപ്പോൾ ഈ നന്ദി പറയാനുള്ള ഒരു ദിവസത്തിൽ ഈ ഒരുപാട് ഭക്ഷണങ്ങളും ഒരുപാട് രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങളും എല്ലാം പങ്കുവെച്ച് ഒരുപാട് ആഘോഷങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു ദിനമാണ്. അപ്പോൾ ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പറ്റാത്ത കുറച്ച് പേരുണ്ട്. അവരാണ് ഈ അലാസ്കയിൽ ഒറ്റപ്പെട്ട്, അവിടെ അറിയാം നല്ല മഞ്ഞുവീഴ്ചയാണ്, പ്രത്യേകിച്ച് ഡിസംബറാണ്. ഡിസംബറിൻ്റെ പ്രത്യേകത അറിയാം, ക്രിസ്മസും മഞ്ഞൊക്കെയുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ അവിടെയുള്ളവർക്ക് അവിടെയുള്ളവർ ഈ നഗരവുമായിട്ട് അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവർക്ക് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതായത് ചെറിയൊരു വിമാനമൊക്കെ സംഘടിപ്പിച്ചിട്ട് എസ്തർ കെയും എന്ന് പറയുന്ന ഒരു പെൺകുട്ടി തൻ്റെ പിതാവുമായിട്ട് ഈ പറയുന്ന എല്ലാവരെയും ആഘോഷങ്ങളിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി ആ ഗ്രാമത്തിലൂടെ അവർക്ക് ഈ ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ ആഘോഷത്തിൻ്റെ ഒരു പ്രധാന ഭക്ഷണമാണ് ഈ ടർക്കി മാംസം എന്ന് പറയുന്നത്. അപ്പോൾ ആ മാംസമാണ് ഇത്തരത്തിൽ രുചികരമായിട്ട് പാകം ചെയ്ത് ആ കറുത്ത കവറിലാക്കി റിബണൊക്കെ കെട്ടിയിട്ട് അവർ താഴത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ താഴത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് അവിടെ ആരെങ്കിലും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനും ശേഷം മാത്രം. കാരണം മഞ്ഞുവീഴ്ചയാണ്, പലരെയും കാണുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അലാറം ഒക്കെ മുഴക്കി അവരവിടെ താഴെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള എയർ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഈ എസ്തർ കെയിമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവർ ഈ അലാസ്കയിലായിരുന്നു. അവരിത്തരത്തിലുള്ള ഈ ഒരു സമയത്ത്, ഈ മഞ്ഞ് വീഴ്ചയുള്ള സമയത്ത് ഈ ആഘോഷങ്ങളിലൊന്നും പങ്കെടുക്കാൻ സാധിക്കാതെ പോയൊരു പെൺകുട്ടി കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് എല്ലാവരെയും സഹായിക്കാനുള്ള നന്ദി പറയാനുള്ള ഒരു ദിവസം, അതിനെ എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള ഒരു ദിവസം കൂടി ആക്കി മാറ്റുന്നു. അതാണ് ടർക്കി ബോംബിംഗ്.